വാമപ്പോ സ്ട്രെച്ചിങ്ങോ ഇല്ലാതെ നമ്മൾ ഡയറക്റ്റ്ലി വർക്കൗട്ടിലേക്ക് വെയിറ്റ് ലിഫ്റ്റിങ്ങിലേക്കോ വെയിറ്റ് ട്രെയിനിങ്ങിലേക്കോ പോയി കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ വലിയ തോതിൽ തന്നെ ഇഞ്ചുറീസ് ഉണ്ടാവും. ഈ ഇഞ്ചുറീസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെച്ചിങ് നിർബന്ധമാക്കിയതും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം. സ്ട്രെച്ചിങ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെ മസിൽ സോർനെസ്, മസിൽ സ്ട്രെയിന്, മസിൽ ഡാമേജ്, അതുപോലെ ഇൻഫ്ലമേഷൻസ്, നമ്മളെ മെമ്മറി ഫോക്കസ്, ഇതൊക്കെ എന്ത് ചെയ്യും, നഷ്ടപ്പെടും. പക്ഷേ വാമപ്പോ അല്ലെങ്കിൽ സ്ട്രെച്ചിങ്ങോ ഇത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വർക്കൗട്ടിലേക്ക് പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ബോഡിയിലുള്ള കാർഡിയാക് കപ്പാസിറ്റി ഇൻക്രീസ് ആകും, മസിലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആകും. ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആവുന്നതിലൂടെ നമ്മുടെ മസിലിലേക്കുള്ള റീകവറി ഫാസ്റ്റ് ആക്കും. അതുപോലെ തന്നെ മസിലിലേക്ക് വരെയുള്ള ഡാമേജ്, ഇഞ്ചുറീസ് എന്ത് ചെയ്യും, പ്രിവെൻ്റ് ആവും. ഇത് നമ്മളെ മൊബിലിറ്റിനെയും നമ്മളെ ഫ്ലെക്സിബിലിറ്റിനെയും ഫിസിക്കൽ പോസ്റ്ററിനെയും എന്തെങ്കിലും ഇമ്പ്രൂവ് ആകും. സ്ട്രെച്ചിങ്സ് ഒരുപാടുണ്ട്. ഡൈനാമിക്, സ്റ്റാറ്റിക്, പാസീവ്, ആക്റ്റീവ്, PNF, ഐസോമെട്രിക്. പക്ഷെ ഇതൊന്നും നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കൂടുതലായി ചെയ്യുന്ന സ്ട്രെച്ചിങ് ആണ് ഡൈനാമിക്, വർക്കൗട്ടിന് മുൻപ് ചെയ്യേണ്ടത്. ഈ സ്ട്രെച്ചിങ് ചെയ്യുന്നതിലൂടെ നമ്മളെ ബോഡിയിലുള്ള എനർജി ലെവൽ ഇൻക്രീസ് ആവും, മെമ്മറി ഫോക്കസ് കൂടും, നമ്മളെ മൂഡ് സ്വിങ്സ്, ടെൻഷന്, ആങ്സൈറ്റി, ഡിപ്രഷന്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ മെൻ്റലി മസിൽ മൈൻഡ് കണക്ഷൻ എന്താവും, ഇമ്പ്രൂവ് ആവും. നമ്മളെ ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി, ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആവും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാനുള്ള ഫോക്കസിനെയും അതുപോലെ വർക്കൗട്ടിൽ ചെയ്യുമ്പോഴുള്ള ഇഞ്ചുറീസിനെ എന്ത് ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യും. ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ജമ്പിങ് ജാക്സ്, ഹൈനീസ്, മൗണ്ടൻ ക്ലൈംബ്, അതുപോലെ ഇൻറ്റൻസിറ്റി, അതായത് ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള ചെയ്യുന്ന, ഹോൾഡ് ചെയ്യാതെ ഹൈ ഇൻറ്റൻസിറ്റി ചെയ്യുന്ന എക്സസൈസ് ഒക്കെ ഡൈനാമിക് ആണ്. എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു ജമ്പിങ് ജാക്സ്. നിങ്ങൾക്ക് വർക്കൗട്ടിന് മുൻപുള്ള ഡൈനാമിക് സ്ട്രെച്ചിങ്, ബെസ്റ്റ് ഡൈനാമിക് സ്ട്രെച്ചിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ആഫ്റ്റർ വർക്കൗട്ട് നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യാറുണ്ട്. അതാണ് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഹോൾഡിങ് കൂടുതലും മൊമെൻറ്റം കുറവാണ്. എക്സാമ്പിളായിട്ട് പെക്ടോറിയൽ മസിൽസിനെ, നമ്മുടെ ചെസ്റ്റ് മസിൽസിനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കൈ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ബാക്കിലേക്ക് സ്ട്രെയിൻ കൊടുത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഹോൾഡ് ചെയ്യുന്ന ഇതുപോലുള്ള രീതിയിലുള്ള സ്ട്രെച്ചിങ്സ് ആണ് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്. സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്ങും ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മസിൽ ചെയ്യാന്നുള്ളത് താഴത്തെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബോഡി ഹൈ ഇൻറ്റൻസിറ്റി ചെയ്ത് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്തിട്ട് ബോഡി ഓൾറെഡി ടയേർഡായിരിക്കും. ഈ ടയേർഡായ ബോഡീനെ കൂൾ ഡൗൺ ചെയ്യാനും റിലാക്സ് ചെയ്യാനും നമ്മളെ മസിൽസിലേക്കുള്ള ലാക്റ്റിക്കിൻ്റെ അളവിനെ കൂട്ടാനും മസിൽ റീകവറി ഫാസ്റ്റ് ആക്കാനും മസിൽസിലേക്ക് വന്ന ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാനും ഈ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ വന്ന് ജസ്റ്റ് ഒന്ന് ബോഡി അനക്കിയാൽ പോരാ, ടോട്ടലി ടോ ടു ഹെഡ് വരെ. ഇനി ഏത് വർക്കൗട്ട് ആണെങ്കിലും, നമ്മൾ ഈ ലെഗിന് വർക്കൗട്ട് ചെയ്താലും ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്താലും ഡേയിൽ ഏത് വർക്കൗട്ട് ആണെങ്കിലും ആ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ അല്ലെങ്കിൽ ആ ചെയ്യുന്ന മസിൽ പാർട്ടിനെ സ്പെസിഫിക് ആയിട്ട് സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് ചെയ്യണം. അത് കൂടാതെ ഫുൾ ബോഡി വാം ചെയ്യുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ ഇഞ്ചുറീസ് ഇല്ലാതെ പോസിറ്റീവ് റിസൾട്ടും മസിൽസിന് ഇമ്പ്രൂവ്മെൻറ്റും കാണാൻ പറ്റും. അപ്പോൾ സ്ട്രെച്ചിങ് exactly important of every physical movements.